അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പെരി പെരി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെരി പെരി ചിക്കനും തന്തൂരി ചിക്കനൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു വേർഷൻ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സ്ഥിരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പെരി പെരി തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. ഓവനോ എയർ ഫ്രയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ സാധാരണ ഫ്രൈ പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ 4 ലെഗ് പീസിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് മാത്രം മതി, എല്ലാം പകുതി പകുതി മതി. ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, പിന്നെ ഒരു 5-6 വറ്റൽമുളക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ചൂടുവെള്ളത്തിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാ നീരും കുറച്ച് ഓയിലും ഇത്രയും ചേർത്തിട്ട് ആദ്യം ഇതൊന്നങ്ങ് അടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ മിക്സിയുടെ ജാറായതുകൊണ്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട്, വലിയ മിക്സി ജാറിലാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ടാലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പെരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ നമ്മളെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലി. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന പൊടി തന്തൂരി മസാല ഉണ്ടല്ലോ, നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള തന്തൂരി മസാലപ്പൊടിയാണ് ഇത്. അതും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്നുകൂടി ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു പൊടികൾ മൊത്തം അതിൽ മിക്സായി കിട്ടുന്ന തരത്തിൽ. എന്നിട്ട് നമുക്കിത് ചിക്കൻ ലെഗ് പീസിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തത്. ഞാനിപ്പോൾ 4 പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കത്തി വെച്ചിട്ട് ഓരോ വര വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഉള്ളിലൊക്കെ മസാല പിടിച്ച് കിട്ടാനായിട്ട്. അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലോട്ട് ലെഗ് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല എത്തുന്ന തരത്തിൽ നല്ലോണം കൈവച്ചിട്ട് തന്നെ ഇതൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു നല്ലോണം മിക്സാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ അരമണിക്കൂറൊന്നുമല്ല കേട്ടോ, മാക്സിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് ഉള്ളിലൊക്കെ മസാല പിടിച്ചിട്ടണേ. നമ്മളിതിപ്പോൾ പിറ്റേന്നാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും, നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാവും ഈ ഒരു ലെഗ് പീസ് കഴിക്കാൻ. അപ്പോൾ ഓവർ നൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കുക്കറുണ്ടല്ലോ, കുക്കറിൽ ഒരു ഇത്തിരി ഓയിൽ വെച്ച് കൊടുത്തിട്ട്, കൂടുതലൊന്നും വേണ്ട, ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ ലെഗ് പീസും കുക്കറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കി വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ അതുകൂടി ആ ഒരു ചിക്കൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റൊരു വിസിൽ, വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് ആ ഒരു ഓയിൽ ചിക്കൻ ലെഗ് പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാല കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിലടിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വിസിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് വിസിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അത് കത്തി വെച്ചിട്ട് ഒന്നങ്ങ് പോക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കൻ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് കുക്കറോടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെരി പെരി ചിക്കനും തന്തൂരി ചിക്കനും ഒക്കെ ഓയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 6-7 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പ്, ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഒരിത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. ആ ഒരു ചില്ലി ഫ്ലേക്സും ഗാർലിക്കൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവി കൂടി എല്ലാം നല്ലോണം കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവിയുടെ കൂടെ തന്നെ ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക, നമ്മൾ പെരി പെരി ചിക്കൻ ചെയ്യുന്നത് പോലെ. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രേവി മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേവി ഒന്നങ്ങ് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ആ ഒരു കുക്കറിൽ നിന്ന് ചിക്കൻ ലെഗ് പീസ് എല്ലായിടത്തും വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ഗ്രേവി മുഴുവനും വറ്റുന്നത് വരെ ഇതൊന്നങ്ങ് തിരിച്ചും മറിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേവിയിലുള്ള മസാല കൂടി നല്ലോണം ചിക്കനിൽ പിടിച്ച് കിട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചിക്കൻ ഓൾറെഡി ആ ഒരു കുക്കറിൽ ഇട്ട സമയത്ത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ ആ ഒരു ഗ്രേവി കൂടി അതിലേക്ക് നല്ലോണം വറ്റിച്ചെടുത്താൽ കൂടുതൽ ഫ്ലേവർഫുള്ളായിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഇതാ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുക്കറിൽ ഈ ഒരു ചിക്കൻ വേവിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേവി മുഴുവനും അതിൽ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഉള്ളിലുണ്ടാവുക, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ പെരി പെരി ചിക്കനും തന്തൂരി ചിക്കനും ഒക്കെ കഴിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഈ ഒരു രണ്ട് ചിക്കൻ്റെയും മിക്സ്ഡ് വേർഷൻ ആയിട്ടുള്ള ഫ്ലേവറാണ് ഈ ഒരു ചിക്കന് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് പൊറാട്ട, അപ്പം, ചപ്പാത്തി, നൂൽപ്പിട്ട്, റൊട്ടി, നാൻ അങ്ങനെ ഏതൊരു ഫുഡിൻ്റെ കൂടെയും സൈഡിൽ ഈ ഒരു ലെഗ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഡിപ്പായിട്ട് മയണൈസ് വെച്ചിട്ടുണ്ട്. മയണൈസ് നമ്മൾ ഹോം മെയ്ഡ് മുട്ടയൊന്നും ചേർക്കാത്ത പാല് വെച്ചിട്ടുള്ള മന്തിയുടെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മയണൈസാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഒരു ലെഗ് പീസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു മയണൈസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം. ഇതിന് എക്സ്ട്രാ കറികളോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഏതൊരു ഫുഡിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു ലെഗ് പീസും മയണൈസും മാത്രം മതി. പിന്നെ ഉണ്ടാക്കി എടുക്കാനും എളുപ്പമല്ലേ, എക്സ്ട്രാ സോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസും സ്പൈസസും ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഏതെങ്കിലും പെരി പെരി ചിക്കനും തന്തൂരി ചിക്കനും ചിക്കനും ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.